എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു എക്സസൈസ് വീഡിയോ ഇട്ടത് നിങ്ങളെല്ലാം കണ്ടു കാണുമല്ലോ. ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എക്സസൈസസ് ചെയ്താൽ ഡയബറ്റിസുകാർക്ക് പലതരത്തിലുള്ള അഡ്വാൻറ്റേജസ് ഉണ്ടാകും. ബ്ലഡ് ഷുഗർ ഡ്രോപ്പ് മാത്രമല്ല, അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിന്റെ ഒരു പ്രധാന പോയിന്റ് ഉണ്ട്, കൺസിസ്റ്റൻസി. നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഒരു ദിവസം എന്തെങ്കിലും തിന്നു ഷുഗർ കൂടി ചെയ്തു, പിന്നെ 4 ദിവസം ചെയ്തില്ല, അങ്ങനെ ചെയ്തത് കൊണ്ട് നമ്മൾക്ക് ഈ പറയുന്ന ഗുണങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് പല ഗുണങ്ങളും ഉണ്ടാകും. അത് പറയാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ എക്സസൈസസ് ഡെവലപ്പ് ചെയ്തത് ഡോക്ടർ സാക് ബുഷ് എന്ന് പറയുന്ന ഒരു MD ഡോക്ടറാണ്. ഈ ഡോക്ടർ ഇത് ഡെവലപ്പ് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ ലൈഫ് സ്പാൻ എക്സ്റ്റൻഷനാണ്. ലൈഫ് കൂടുതൽ നമ്മൾ നേരത്തെ അസുഖം വന്ന് മരിച്ചു പോകാതിരിക്കാനുള്ള നമ്പർ 1 ഇന്റർവെൻഷൻ എന്താണെന്ന് പറഞ്ഞാൽ അത് എക്സസൈസ് ആണ്. അപ്പോൾ അതിന് ഉള്ള ഒരു ഈസി എക്സസൈസ് ആണ് അദ്ദേഹം ഈ രീതിയിൽ പറഞ്ഞു തന്നത്. ഈ പറഞ്ഞത് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 150 വയസ്സ് വരെ ജീവിക്കുക എന്നല്ല. നമ്മളൊക്കെ 70 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഓരോരോ ക്രോണിക് ഇൽനെസസിന്റെ സൈഡ് ഇഫക്ട്സ് വന്ന് തുടങ്ങി. കിഡ്നി നശിച്ചു, മറ്റേത് നശിച്ചു, ഇങ്ങനെയൊക്കെ വരാതിരിക്കാനായിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ട് കൊച്ചിലെ തന്നെ ഇരുന്നാൽ നമ്മൾക്ക് ഈ ക്രോണിക് ഡിസീസസ് വരികയില്ല. ഡോക്ടേഴ്സ് എല്ലാം, പീറ്റർ ഐറ്റിയ എല്ലാം പറയുന്ന ഒരു കാര്യം, 50 വയസ്സ് കഴിഞ്ഞാൽ നമ്മളുടെ മസിൽ നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, നമ്മുടെ ശരീരത്തിലെ മസിൽ. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ മസിൽ ബിൽഡ് ചെയ്ത് നല്ല സ്ട്രോങ് ബോഡി ഉള്ളവരായി ഇരിക്കണം. എനിക്കൊക്കെ അത് ടു ലേറ്റ്, പക്ഷെ ഉള്ളത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാം, ഒന്നുമില്ലേലും ഡിറ്റീറിയറേഷൻ കുറയ്ക്കാം. അപ്പൊ അങ്ങനെ 50 വയസ്സിന് മുമ്പിലുള്ള ആളുകൾ പോലും വളരെയധികം ജോലിയിലൊക്കെ വ്യാപൃതരായി എക്സസൈസിന് സമയമില്ലാത്തവർക്കും ഈ എക്സസൈസ് ചെയ്ത് അവരുടെ മസിൽസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാം, ബിൽഡ് ചെയ്യാം. അതിൻ്റെ കൂടെ നമ്മൾ ഈ 20 റെപ്പറ്റ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെയിറ്റ്സ് എടുത്ത് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മസിൽ കൂടുതൽ ബിൽഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ വേണമെങ്കിൽ ജിമ്മിലൊക്കെ പോകാം, അല്ലാത്ത ദിവസങ്ങളിൽ ഇത് ചെയ്യാം. പക്ഷെ എല്ലാത്തിലും പ്രധാനം കൺസിസ്റ്റൻസിയാണ്. എല്ലാ ദിവസവും 3 പ്രാവശ്യം ഇത് ചെയ്യണം. അപ്പൊ ഞാൻ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പൊ അദ്ദേഹം ഈ പർപ്പസിന് വേണ്ടിയാണ് ഈ എക്സസൈസ് ഡെവലപ്പ് ചെയ്തത്. ഹെൽത്തി ലൈഫ് ആയിട്ട് കൂടുതൽ ജീവിച്ചിരിക്കാൻ വേണ്ടി ഈ എക്സസൈസ് മാത്രമല്ല, അതിന്റെ കൂടെ മറ്റ് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇത് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. കാരണം എനിക്കിത് ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും മസിൽ ടോൺ ഇംപ്രൂവ് ചെയ്യാനും ഒക്കെയുള്ള, സ്ട്രെങ്ത് കൂട്ടാനും ഒക്കെയുള്ള ഒരു മാർഗമായിട്ട് മാത്രമാണ് ഞാനിത് കാണുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത് ഷുഗർ കുറയ്ക്കുന്നത്? നിങ്ങൾക്കറിയാം, നമ്മുടെ ബോഡി ഇൻസുലിൻ റെസിസ്റ്റന്റ് ആണ്, നമ്മുടെ ലിവർ ഇൻസുലിൻ റെസിസ്റ്റന്റ് ആണ്. നമ്മുടെ ഷുഗർ കൂടുമ്പോൾ നമ്മളുടെ മസിൽസ് ഇത് വലിച്ച് എടുക്കുന്നില്ല. ഇൻസുലിൻ ഉണ്ടെങ്കിൽ പോലും ഈ ഷുഗർ എടുക്കുകയില്ല. അതുപോലെ ലിവർ ഇൻസുലിൻ ഉണ്ടെങ്കിൽ പോലും അത് ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സ് ചിലപ്പോൾ തുടർന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ഒരു മെസ്സപ്പ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിഞ്ഞു, ഷുഗർ കൂടി. ഷുഗർ ആദ്യം നമ്മൾ കഴിക്കുമ്പോൾ തൊട്ട് കൂടാൻ തുടങ്ങും. 1 മണിക്കൂർ ആകുമ്പോഴാണ് മിക്കവാറും നമ്മുടെ പീക്ക് എത്തുന്നത്. എല്ലാ ഭക്ഷണം കഴിച്ചാലും ഒരേപോലെ അല്ല. ഒത്തിരി ഫാറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വേറെ ആസ്പെക്ട്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ആവറേജ് 1 അവറിൽ അത് പീക്ക് എത്തുകയും 1.5 മണിക്കൂറിലാണ് പലരും അതിന്റെ ലോവസ്റ്റ് മെഷർ ചെയ്യുന്നത്. 2 മണിക്കൂറിലാണ് നമ്മളൊക്കെ മെഷർ ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഇത് കഴിക്കുമ്പോൾ പീക്ക് ചെയ്യാൻ ഇങ്ങനെ റൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 20 to 25 മിനിറ്റ്സ് കഴിഞ്ഞ്, നമ്മൾ ഭക്ഷണം കഴിഞ്ഞ് ഒരു 25 മിനിറ്റ് അല്ലെ 30 മിനിറ്റിനകം നമ്മൾ ഈ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഈ റൈസ് ചെയ്യുന്നത് ഇവിടെ എത്തുമ്പോൾ നമ്മൾ ആ ഷുഗറിനെ വലിച്ച് മസിലിടും. പിന്നെ നമുക്ക് ഇവിടുന്ന് പിന്നെ റൈസ് ചെയ്യാനുള്ള ആ ഒരു സ്പേസ് കിട്ടും. അപ്പോൾ നമ്മൾ അത് ചെയ്തില്ലെങ്കിലോ അത് റൈസ് ചെയ്ത് ഇവിടെ വരും, ചെയ്താൽ അത് റൈസ് ചെയ്ത് പിന്നെ താന്ന് പിന്നെ അത് ഇവിടെ വരും. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത്, ഞാനത് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ സ്ട്രെയിറ്റ് ഡിപ്പായിട്ടാണ് കാണുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് ഷുഗർ താഴെയാണ് ചെയ്യുന്നത്, കൂടുന്നതേ കണ്ടിട്ടില്ല. ഇത് ഒരു 5-10 മിനിറ്റ് ഇതിങ്ങനെ കൂടും, അത് കഴിഞ്ഞ് ഡിപ്പ് ഇങ്ങനെ പോകും. ഞാൻ അതിൻ്റെ ഒരു ഗ്രാഫ് ഇതിനോട് അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ അതാണ് നമ്മളുടെ പ്രൈമറി കൺസേൺ, ഈസ് ടു റെഡ്യൂസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് സ്പൈക്സ്. സെക്കൻഡ്, ഇതെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഇതിനെ എന്തുകൊണ്ടാണ് ഈ നൈട്രിക് ഓക്സൈഡ് ഡംപ് എക്സസൈസ് എന്ന് പറയുന്നത്? നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു ഗ്യാസ് നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് വെസൽസിന്റെ എപ്പിത്തീലിയം എന്ന് പറയുന്ന വാളിലുള്ള സെല്ലില് സ്റ്റോർ ചെയ്തിരിക്കും. എന്തിനാണെന്ന് പറഞ്ഞാൽ, ഒരു എമർജൻസിക്ക് നമുക്ക് ഓക്സിജൻ ഇല്ലെങ്കിൽ ഓക്സിജൻ
അതിന് പകരം ഈ ഗ്യാസ് ചെന്ന് നമ്മൾക്ക് വേണ്ടുന്ന ഓക്സിജനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ പ്രോസസ്സും പ്രക്രിയയും എനിക്കറിഞ്ഞുകൂടാ, പക്ഷെ അതാണ് അതിൻ്റെ ഉപയോഗം. അപ്പൊ ഈ നൈട്രിക് ഓക്സൈഡ് സ്റ്റോർ ഒരു സ്ഥലത്ത് 90 സെക്കൻഡ്സിന് യൂസിനുള്ളതേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അത് തീരും. പിന്നീട് അത് പ്രൊഡ്യൂസ് ചെയ്ത് അത്രയാകണമെങ്കിൽ 2 മണിക്കൂർ മിനിമം എടുക്കും. അപ്പൊ നമ്മൾ ഈ എക്സസൈസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് വലിയ ഗുണമില്ല. ഈ നൈട്രിക് ഓക്സൈഡ് ഡംപ് ഉണ്ടാകത്തില്ല. അത് ഉണ്ടാകണമെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 hours മിനിമം കഴിഞ്ഞിട്ട് ചെയ്യാം. ഇത് എത്ര പ്രാവശ്യം വേണേലും ഈ 2 മണിക്കൂർ കഴിഞ്ഞ് ഒരു 3 മണിക്കൂർ വെച്ചൊക്കെ ചെയ്യാം. പക്ഷെ ഇദ്ദേഹം അഡ്വൈസ് ചെയ്യുന്നത് 3 പ്രാവശ്യം ദിവസത്തിൽ ചെയ്യാം. ഞാൻ ചെയ്യുന്നത് എൻ്റെ ഭക്ഷണം കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ രാവിലെ അരമണിക്കൂറിനകം, കാലത്തും ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അത് പറഞ്ഞല്ലോ എന്താണ് നൈട്രിക് ഓക്സൈഡ്, എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്, ഇന്റർവെൽസ് എത്രയാണ്, പിന്നെ അതിൻ്റെ ഇന്റൻസിറ്റി കൂട്ടാൻ, വെയിറ്റ് ഒക്കെ പിടിക്കാം. അടുത്തത് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ നൈട്രിക് ഓക്സൈഡ് എന്താണ് ചെയ്യുന്നത്. നൈട്രിക് ഓക്സൈഡ് റിലീസ് ഉണ്ടാകുമ്പോൾ ബ്ലഡ് വെസൽസ് എക്സ്പാൻഡ് ചെയ്യും, ബ്ലഡ് പ്രഷർ കുറയും. എന്ന് പറഞ്ഞാൽ ഡ്രാസ്റ്റിക് ആയിട്ട് അങ്ങ് താഴെ പോകത്തില്ല, എന്നാലും ബ്ലഡ് പ്രഷർ കുറയും. ബ്ലഡ് വെസൽസ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും കൺസ്ട്രിക്റ്റഡ് ആണെങ്കിലല്ലേ പ്രഷർ കൂടിയിരിക്കുന്നത്, ബ്ലഡ് പ്രഷർ കുറയും. ഫുഡ് ഒക്കെ ന്യൂട്രീഷൻ ട്രാൻസ്പോർട്ടും ന്യൂട്രീഷൻ അബ്സോർപ്ഷനും ഒക്കെ ഫാസ്റ്റർ ആവും. അപ്പൊ അത് ഒരു ആസ്പെക്റ്റ് ആണ്. മെറ്റബോളിക് റേറ്റ് കൂടും. 2 മണിക്കൂറത്തേക്ക് മെറ്റബോളിക് റേറ്റ് കൂടിയിരിക്കും എന്നാണ് പറയുന്നത്. നമ്മളെ ഡയബറ്റിക്സിന്റെ മെറ്റബോളിക് റേറ്റ് സ്ലോ ആണ്, നമ്മളുടെ മൈറ്റോകോൺട്രിയയുടെ എനർജി പ്രൊഡക്ഷൻ ഒക്കെ സ്ലോ ആണെന്ന് നമ്മൾ പറയുന്നു. അപ്പൊ അത് നമുക്കൊന്നും അറിഞ്ഞുകൂടാ, നമ്മൾ ഈ പറയുന്ന കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ ഇത് അതിന് ഒരു നല്ല കാര്യമാണ്. പിന്നെ ഇതെല്ലാം നടക്കുമ്പോൾ നമ്മളുടെ മസിലിനെ അത് ബിൽഡ് ചെയ്യും എന്നാണ് പറയുന്നത്. ഈ ആക്ഷൻ, ഈ എക്സസൈസ് ഈ 16 ഗ്രൂപ്പ്സ് ഓഫ് മസിൽസിന് സ്ട്രോങ്ങർ ആക്കും, ബിൽഡ് ചെയ്യും, മസിൽ മാസ് കൂട്ടും. ഡയബറ്റിസുകാർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും ഡയബറ്റിസിന്റെ സ്റ്റേറ്റ് ഇംപ്രൂവ് ചെയ്യാനും വേണ്ടുന്ന നമ്പർ 1 ഇന്റർവെൻഷൻ ആണ് എക്സസൈസ്. ആ എക്സസൈസ് നമ്മളുടെ പവറിലാണ്, നമ്മൾ ചെയ്താലേ അത് നടക്കുകയുള്ളൂ. അപ്പൊ അത് ചെയ്യാനുള്ള ഒരു വളരെ ഈസി മെത്തേഡാണ് ഇസാക്ക് ബുഷ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഈ എക്സസൈസ് ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ ഇതുപോലെ വൈറലാകുമെന്നും ലോകത്തുള്ള എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുമെന്നും ഞാൻ ചിന്തിച്ചതേ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഇതിന്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ എളുപ്പമാണ്, ചെയ്യാൻ എളുപ്പമാണ്. അദ്ദേഹം പറയുന്ന പോലെ നമുക്ക് ഡിഫിക്കൽട്ട് എന്ന് പറയുന്ന സ്ക്വാറ്റാണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് മുട്ടൊക്കെ എങ്ങനെ വെക്കണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ മുട്ടിന് ഇഞ്ചുറി ഒന്നും വരാതെ മുട്ട് നമ്മളുടെ ബാക്ക് പുറകിലേക്ക് ലോവർ ചെയ്യുക വേണ്ടത്. ഈ നമ്മൾ കസേര ഇരിക്കാൻ പോകുന്ന പോലെ മുട്ട് മുമ്പോട്ട് കുറച്ച് പോകും, പക്ഷെ അത് നമ്മുടെ ടോസിന്റെ മുമ്പിൽ പോകാൻ പാടില്ല. നമ്മളുടെ ടോസിനേക്കാളും മുമ്പോട്ട് പോകുമ്പോഴാണ് ആ മുട്ടിന് സ്ട്രെസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ ഇരിക്കണം, ഈ ബാക്ക് താഴോട്ടാക്കി ഇരിക്കണം. ഞാനത് കാണിച്ചായിരുന്നു. എനിക്ക് കുറച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. ആ കുറച്ച് ചെയ്താലും അതിൻ്റെതായ ഇഫക്റ്റ് ഉണ്ടാകും. ഇവിടെ കുറേ വലിയ മസിൽസ് അല്ലേ എക്സസൈസ് ചെയ്യുന്നത്, അതുപോലെ ബാക്കും ഷോൾഡറും ഒക്കെ. അതുകൊണ്ട് അതിന് നല്ല ഇഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ എക്സസൈസസ് നിങ്ങൾ ചെയ്ത് നോക്കിയെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി കാണും അത് ഷുഗർ കുറയ്ക്കുമെന്ന്. നിങ്ങൾ ഷുഗർ അത് കഴിഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കണം. നിങ്ങൾ ഒരു സെയിം മീല് കഴിച്ച് 2 എക്സസൈസ് ചെയ്തും ഇല്ലാതെയും കഴിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഞാൻ എൻ്റെ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിൽ നിന്നുള്ള പടം അറ്റാച്ച് ചെയ്യാൻ നോക്കാം. അറ്റാച്ച് ചെയ്താൽ അത് സാധിക്കുകയും ചെയ്യും. അപ്പോൾ അത് കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പം നമുക്ക് നമ്മളുടെ ഷുഗർ കുറയും, നമ്മുടെ മെറ്റബോളിക് റേറ്റ് കൂട്ടും, നമ്മുടെ ബ്ലഡ് വെസൽസ് എക്സ്പാൻഡഡ് ആകും, നമ്മൾക്ക് ന്യൂട്രീഷൻ അപ്ടേക്ക് ഫാസ്റ്റർ ആകും, മസില് ബിൽഡ് ചെയ്യും. അത് നമ്മൾക്ക് ലിമിറ്റഡ് സ്പേസിലൊക്കെ ചെയ്യാം, എവിടെ വേണേൽ ചെയ്യാം, ഓഫീസിലും ചെയ്യാം. ഞാൻ ചില സമയത്ത് ബാത്റൂമിനകത്ത് കയറി നിന്നുകൊണ്ട് ചെയ്യാറുണ്ട്. ഇവിടെ എനിക്ക് അല്ലാതെ ഒരു പ്രൈവസി കിട്ടിയില്ല എന്ന് തോന്നിയ ബാത്റൂമിനകത്ത് കയറി നിന്ന് 4 മിനിറ്റ് എക്സസൈസ് ചെയ്യും. അപ്പൊ നമുക്ക് പ്രൈവറ്റ് സ്പേസ് വേണമെന്നില്ല, എവിടെ വേണമെങ്കിലും ചെയ്യാം. ചില ഓഫീസസിലൊക്കെ എല്ലാവരും ഇന്റർവെൽ എടുത്ത് ചെയ്യുന്ന, ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങൾ ഇത് ചെയ്യണം, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം, കൂട്ടുകാരോട് പറയണം, വീഡിയോ ഷെയർ ചെയ്യണം. നിങ്ങളുടെ എക്സ്പീരിയൻസ് കഴിയുമെങ്കിൽ എന്നോട് പറയുകയും ചെയ്യണം. അത് എനിക്കൊരു പ്രചോദനമാണ്. ഇനിയും ഉണ്ട് പല കാര്യങ്ങൾ ഇതുപോലെ നമ്മളുടെ കയ്യിലുള്ള ശക്തി ഉപയോഗിക്കാനുള്ള, നമ്മുടെ പവർ ഉപയോഗിക്കാനുള്ള വഴികൾ. പിന്നെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു മാറ്റമാണ് മാനസികമായിട്ട് നമ്മൾ വളരെ റിലാക്സ്ഡ് ആകും. ഞാൻ എന്തൊക്കെയോ അച്ചീവ് ചെയ്തു എന്നുള്ള ഒരു സന്തോഷം നമുക്ക് വരും.
അപ്പോൾ നമ്മൾ വീണ്ടും അത് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നന്ദി, നമസ്കാരം.